വെട്ടത്തൂർ പൂങ്കാവനം ഡാം പരിസരത്ത് ഗ്രാമപഞ്ചായത്തിന്റെ സ്വപ്ന സാക്ഷാത്കാരമായ MCF കെട്ടിടം നിർമ്മിക്കും. ചെറുകിട ജലസേചന വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള 20 സെന്റ് സ്ഥലം മൈനർ ഇറിഗേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി ഷൈലിമോൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CM മുസ്തഫയ്ക്ക് കൈമാറി. പ്രകൃതിക്കോ ജനങ്ങൾക്കോ കോട്ടം തട്ടാത്ത രീതിയിലായിരിക്കും MCFന്റെ പ്രവർത്തനമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. പൂങ്കാവനം ഡാം സ്ഥിതി ചെയ്യുന്ന മൈനർ ഇറിഗേഷൻ വകുപ്പിന് കീഴിലുള്ള സ്ഥലത്തെ 20 സെന്റ് ഭൂമിയിലാണ് പുതിയ MCF കെട്ടിടം നിർമ്മിക്കാൻ ധാരണയായത്. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ഒരു വർഷക്കാലത്തെ പ്രയത്നം മൂലമാണ് മലപ്പുറം ജില്ലാ കലക്ടർ RP വിനോദ് ഭൂമി വിട്ടുനൽകാൻ ഉത്തരവ് നൽകിയത്. തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CM മുസ്തഫയുടെ നേതൃത്വത്തിൽ മൈനർ ഇറിഗേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി ഷൈലിമോൻ, അസിസ്റ്റന്റ് എഞ്ചിനീയർ TA റബീന, പെരിന്തൽമണ്ണ തഹസിൽദാർ A വേണുഗോപാലൻ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി JD പ്രീതകുമാരി, ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിര സമിതി അധ്യക്ഷൻ ഉസ്മാൻ നാലകത്ത്, വെട്ടത്തൂർ വില്ലേജ് ഓഫീസർ K പ്രദീപ്, വില്ലേജ് അസിസ്റ്റന്റ് K കൃഷ്ണകുമാർ, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് A രാജൻ, VO MB ഗിരീഷ് കുമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർ ബോസ്, ഗ്രാമപഞ്ചായത്ത് ടെക്നിക്കൽ അസിസ്റ്റന്റ് AK നിയാസ് എന്നിവർ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് സ്ഥലം സന്ദർശിച്ചു. കെട്ടിടം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലവും കെട്ടിടത്തിലേക്കുള്ള റോഡിന്റെ സ്ഥാനവും ഉദ്യോഗസ്ഥർ പരിശോധിച്ച് വിലയിരുത്തി. ചെറുകിട ജലസേചന വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള 20 സെന്റ് സ്ഥലം മൈനർ ഇറിഗേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി ഷൈലിമോൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CM മുസ്തഫയ്ക്ക് കൈമാറി. MCF കെട്ടിടത്തിലേക്കുള്ള റോഡ് എന്നിവയുടെ നിർമ്മാണം ഈ ഭരണസമിതിയുടെ കാലാവധി കഴിയുന്നതിന് മുന്നേ പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് പ്രസിഡന്റ് CM മുസ്തഫ പറഞ്ഞു. 2025-26 വാർഷിക പദ്ധതിക്ക് ഇന്നലെ ബഹുമാനപ്പെട്ട DPC അനുമതി തന്നു. അതിൽ ഈ പ്രാവശ്യം നമ്മൾ 50 ലക്ഷം രൂപയാണ് ഫസ്റ്റ് റീസ് എന്ന നിലയ്ക്ക് വെച്ചിട്ടുള്ളത്. ഇനി എസ്റ്റിമേറ്റ് പ്രകാരം എത്ര ലക്ഷം രൂപയാണോ വരുന്നത്, അതോടൊപ്പം തന്നെ അനുബന്ധമായി വരുന്ന റോഡുകൾക്കും എത്ര ലക്ഷം രൂപയാണോ വരുന്നത്, അത് ഈ റിവിഷനിലൂടെ വെച്ചുകൊണ്ട് സമയബന്ധിതമായി ഈ ഭരണസമിതിയുടെ കാലാവധി കഴിഞ്ഞ മുറക്ക് തന്നെ ഈ MCF പൂർത്തീകരിച്ച് മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. ഡാമിന്റെ റിസർവോയറിനോട് സമീപത്തായതിനാലുണ്ടായ ആശയക്കുഴപ്പമാണ് അനുമതി വൈകാൻ കാരണമായതെന്ന് മൈനർ ഇറിഗേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി ഷൈലിമോൻ പറഞ്ഞു. ഞങ്ങളുടെ ഒരു കൺസേൺസ് ഉണ്ടായിരുന്നതായിരുന്നു. നമ്മുടെ ഇത് റിസർവോയർ ആണല്ലോ, അപ്പോൾ ഒരു ലീച്ചിങ്ങോ അതുപോലത്തെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മുടെ വാട്ടർ കൺസർവേഷൻ ആക്ടിനെ ഇത് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളൊരു തടസ്സം നിന്നിരുന്നത്. എനിവേ ഇതിൻ്റെ ജെനുവിനൻസ് നമുക്ക് മനസ്സിലായപ്പോൾ 100% സമ്മതമാണെന്നാണ് എൻ്റെ പേഴ്സണലി എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ അവിടെ വന്നിട്ട് ഇപ്പോൾ കളക്ടറേറ്റിലും പറഞ്ഞു സമ്മതമാണ്. അതിനനുസരിച്ചാണ് പിന്നെ കളക്ടർ ഓർഡർ ഇട്ടിട്ടു. വേറെ തടസ്സങ്ങളുണ്ടായിട്ടില്ല. നമ്മൾ അന്ന് നേരത്തെ അളക്കുമ്പോൾ ഞങ്ങൾ വന്നിട്ടില്ലെങ്കിലും ഞങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അതെല്ലാം നിവർത്തിച്ച് നമ്മളിപ്പോൾ പരിപാടിയെല്ലാം കണ്ടു. ഇവർ പറഞ്ഞു നമുക്ക് നമ്മുടെ കൺഫ്യൂഷൻ മാറി ഇത് കൊടുക്കുന്നുണ്ട്, യാതൊരു കുഴപ്പമില്ല. പ്രകൃതിക്കും മനുഷ്യനും ഒരു തരത്തിലുള്ള കോട്ടവും വരാതെയാകും MCFന്റെ പ്രവർത്തനമെന്ന് പെരിന്തൽമണ്ണ തഹസിൽദാർ A വേണുഗോപാലൻ അറിയിച്ചു. ഇവിടെ MCF സ്ഥാപിക്കുമ്പോൾ നമ്മൾ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ശ്രദ്ധിച്ചത്. ഒന്ന്, ഇത് പൊതുജനങ്ങൾക്ക് പ്രയാസം ഉണ്ടാവരുത്. 2, ഇതുകൊണ്ട് നമ്മുടെ നിലവിലുള്ള റിസർവോയറിന് എന്തെങ്കിലും പ്രയാസം ഉണ്ടാവരുത്. ഇത് രണ്ടും പ്രാപ്യമായ ഒരു സ്ഥലത്താണ് നമ്മൾ MCF സ്ഥാപിക്കാൻ പോകുന്നത്. തികച്ചും ശാസ്ത്രീയമായ രീതിയിലാണ് ഇവിടെ MCF സ്ഥാപിക്കുന്നത്. ഇത് സ്ഥാപിക്കുക വഴി പൊതുജനങ്ങൾക്ക് യാതൊരുവിധ പ്രയാസവും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, വെട്ടത്തൂർ പഞ്ചായത്തിൻ്റെ മാലിന്യ സംസ്കരണം വളരെ കാര്യക്ഷമമായ രീതിയിൽ നടപ്പാക്കാൻ കഴിയും എന്നുള്ളതും ശ്രദ്ധേയമാണ്. അനുവദിച്ച ഭൂമിയിൽ നിന്നും അപ്പുറത്തേക്ക് ഒരു മാലിന്യവും പോകില്ലെന്ന പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി JD പ്രീതകുമാരി ഉദ്യോഗസ്ഥർക്കും ജനങ്ങൾക്കും ഉറപ്പു നൽകി. ജനവാസ മേഖല അല്ല എങ്കിലും അവിടെ എങ്ങനെയാണോ ഞങ്ങൾ ചെയ്യുന്നത് അതേപോലെ അത്രയും കാര്യഗൗരവത്തോടു കൂടി തന്നെ ചെയ്യും. പിന്നെ ഒരിക്കലും ഈ നമുക്ക് വിട്ടു തന്നിരിക്കുന്ന ഒരു ഏരിയയിൽ അപ്പുറം ഒരിക്കലും ഒരു വേസ്റ്റ് വരാതിരിക്കാൻ പൂർണ്ണമായിട്ടും ജനപ്രതിനിധികൾ എന്ന നിലയിലാണെങ്കിലും ഇവിടെയുള്ള മെമ്പറൊക്കെ അത്രയും സ്ട്രോങ് ആണ്. ജനപ്രതിനിധികളാണെങ്കിലും അതേപോലെ ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ നിന്നും നിങ്ങൾക്ക് 100% ഉറപ്പ് തരുന്നു. ഒരിക്കലും നിങ്ങൾക്കത് അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ഒരിക്കലും ഞങ്ങളോട് ഒന്ന് വിഷമം കാണിക്കേണ്ടി വരില്ല. കെട്ടിട നിർമ്മാണത്തിന് 50 ലക്ഷം രൂപ വകയിരുത്തി തയ്യാറാക്കിയ പദ്ധതിക്ക് കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ ആസൂത്രണ സമിതിയുടെ അംഗീകാരം ലഭിച്ചതായി പ്രസിഡന്റ് CM മുസ്തഫ അറിയിച്ചു. നിലവിൽ പള്ളിക്കുത്ത്, ചുങ്കത്ത് MCF പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും സൗകര്യം അപര്യാപ്തമായതിനാലാണ് ഒന്നുകൂടി നിർമ്മിക്കാൻ തീരുമാനിച്ചത്. ന്യൂസ് ബ്യൂറോ, കരിങ്കലത്താണി. അലനല്ലൂർ കോഓപ്പറേറ്റീവ് റൂറൽ ക്രെഡിറ്റ് സൊസൈറ്റി, സ്റ്റാർലക്സ് ടവർ, മേലാറ്റൂർ റോഡ്, അലനല്ലൂർ. ഫോൺ 04924262213.